അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് റുട്ടീനാണ്. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും. അപ്പോൾ നിങ്ങൾ വ്യൂസൊന്നുമില്ല, നിങ്ങളുടെ വ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോസിന് അത്യാവശ്യം വ്യൂസായി വന്നതായിരുന്നു, പെട്ടെന്നാണ് വ്യൂസ് കുറഞ്ഞത്. എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഗൈസ്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ. പണിമുടക്കാണ്ട് സ്കൂളൊന്നും ഉണ്ടായില്ല, അപ്പോൾ റോഡിലൊന്നും വണ്ടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്കിനി ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ചായക്ക് ഇവിടെ ഒന്നുമില്ല, ഒരു പഴമുണ്ട്. അപ്പോൾ നമുക്ക് പഴം വാട്ടിയതും ചായ. കൊട്ടയിൽ 2 പഴമൊക്കെ ഇരിക്കുന്നുണ്ട്, ഒരു പഴം മാത്രം നമുക്കിപ്പോൾ മതി. മൂപ്പരാൾ അപ്പളേക്കും പോയിട്ട് ആരുടെ കാര്യമാണ് പറയണതെന്ന് നിങ്ങൾ വിചാരിക്കും. വെയിലിൻ്റെ കാര്യം കേട്ടോ പറയണത്. വെയിൽ ഞാനൊരു പഴം എടുത്ത് കട്ടിംഗ് പൗഡർ എടുക്കാൻ പോയപ്പോഴേക്കും ആള് പോയി. ഈ വെയിലിൻ്റെ അടിയിലൊക്കെ പോയിട്ടേ കട്ട് ചെയ്യുമ്പോൾ നല്ല എസ്തറ്റിക് ലുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ആളപ്പളേക്കും പോയി കളഞ്ഞ്. പറഞ്ഞിട്ട് എന്താ കാര്യം, ഇനി നാളെ വൈകിട്ടാ മൂപ്പരാൾ വരുള്ളൂ. എന്തായാലും നമുക്ക് ഈ പഴത്തിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പഴം വാട്ടണത് കോമൺലി നെയ്യിലാണ്, പക്ഷേ എനിക്ക് വെളിച്ചെണ്ണയിൽ വാട്ടണം എന്നാണ് കേട്ടോ ഇഷ്ടം. പഴമൊക്കെ ഞാനിവിടെ നല്ല ഭംഗിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പഴം വാടി വരുമ്പോൾ ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ പഴം വാട്ടിയത് എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ബ്രദറിനും കൂടിയാണേ. ഈ 4 മണിന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചായ ഇല്ലാണ്ട്? ഞാൻ ചായ അല്ല ഇട്ടത്, ഒരു കട്ടനാണ് ഇട്ടത്. പിന്നെ ഈ കട്ടൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മളത് അങ്ങനെ കളയാനായിട്ട് പാടില്ല. ഈ ചെടികൾക്കൊക്കെ നല്ലൊരു വളമാണ് കേട്ടോ. ഈ വീട്ടിൽ നടന്ന വേപ്പിലയ്ക്കൊന്നും അത്ര ഉഷാറുണ്ടാവാറില്ല. അപ്പം അമ്മ ഈ ഇടയായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളവും പിന്നെ ഈ ചായയുടെ വേസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മളത് കളയണേലും നല്ലതല്ല ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഗൈസ്, പഴം വാട്ടിയതും ചായ ഇവിടെ റെഡിയായിട്ടുണ്ട്. പഴം വാട്ടിയത് തന്നെ കഴിക്കാം. ആദ്യം മധുരത്തിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആദ്യം പഴം വാട്ടിയത് കഴിച്ചു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ ഒരു ഇറക്ക് കട്ടനും കുടിക്കുകയാണ്. പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച, ഈ ചായയൊക്കെ കുടിക്കുന്നത് പുറത്ത് മധുരൻ്റെ അവിടെ ഇരുന്നിട്ടാണ്. അമ്മ വീട്ടിലുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുടിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ എൻ്റെ അമ്മ പറയും വഴി പോണവരൊക്കെ കാട്ടി കൊതിപ്പിച്ചിട്ടാണോ ചായ കുടിക്കണേന്ന്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞാൻ പൂച്ചയുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ടോ. ഞാൻ ഫോണൊക്കെ ആയിട്ട് പോയ കാരനാന്ന് തോന്നുന്നു, പെട്ടെന്നൊന്നും അവൻ നീങ്ങിയിരുന്നു. ആ കാട്ടിലിരിക്കണം അവൻ. ഇവൻ എന്തിനാണെന്നറിയാം അവിടെ ഇരിക്കണം, പീസ്ഫുൾ ലൈഫിന് വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. എലീനെ പിടിക്കാനാണ് അവൻ അവിടെ ഇരിക്കണത്. എലീന്ന് പറഞ്ഞ അവൻ്റെ ജീവനാ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീടിന് മുന്നിലുള്ള കാട്ടിൽ എത്ര തെങ്ങുകളുണ്ടെന്ന് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. 10ന് മുകളിൽ തെങ്ങുകളുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർത്തത് അമ്മ ചെടികൾ നനയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ചെടി നനയ്ക്കാൻ പോയി. എന്താണെന്നറിയില്ല, ചെടി കാണിച്ചു തന്നപ്പോഴേക്ക് വിശപ്പിൻ്റെ ഒരു വിളി. അങ്ങനെ ഞാനൊരു എപ്പി ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അത്യാവശ്യം ചൂടായി. അങ്ങനെ ഞാൻ ഊതി ഇപ്പം അതൊക്കെ തിന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പഠിക്കാൻ പോയി. ഞാൻ ആദ്യം തന്നെ മാത്സ് ആണ് എടുത്തത്. മാത്സ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ആയിരുന്നു കേട്ടോ. അത് സിമ്പിളാണ്, എന്നാലും നമ്മൾ ഒന്നും കൂടി റിവിഷൻ ചെയ്യണമല്ലോ. ഇപ്പോൾ എക്സാമിന് കിട്ടിയില്ലെങ്കിൽ പണിയാവൂലേ. അപ്പോൾ ആദ്യം മാത്സ് ഇരുന്ന് പഠിച്ചു. മാത്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ കെമിസ്ട്രി പോയിരുന്നു പഠിച്ചു. കെമിസ്ട്രി ഞാൻ എക്സാം ഉണ്ട്, നാളെ ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ എൻ്റെ കെമിസ്ട്രി ഒക്കെ ഞാൻ അത്യാവശ്യം ഇരുന്ന് പഠിച്ചിട്ടോ. നിങ്ങൾ ആ ബുക്കിൻ്റെ കവറൊന്നും നോക്കണ്ട, ഇപ്പോഴത്തെ ബുക്കിനൊന്നും ഒരു ക്വാളിറ്റി ഇല്ലടോ. അല്ലാണ്ട് എൻ്റെ പ്രശ്നമൊന്നുമല്ല കേട്ടോ. അതിനുശേഷം ഞാനൊരു ഏകദേശം 1 മണിക്കൂറോളം TV കണ്ടു. ചക്കപ്പഴാട്ടോ കണ്ടത്. എപ്പി തിന്ന കാരണം എനിക്ക് ഡിന്നർ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായില്ല. കണ്ട പണി മുടക്കായതുകൊണ്ട് റോട്ടിൽ വണ്ടികളൊന്നുമില്ല. അങ്ങനെ കുറച്ചു നേരം പുറത്തൊക്കെ നോക്കി നിന്നു. പിന്നെ ഞാൻ ബ്രഷ് ചെയ്യാനായിട്ട് പോയി. ഇനി ഞാൻ ലിപ് ബാം ഇടാനാണ് പോണത്. ഇത് ഗുഡ് വൈബ്സിൻ്റെ ഒരു റോസ് ടിൻ്റ് ലിപ് ബാമാണ്. നാളെ ഫ്രൈഡേ ആണ്, അപ്പോൾ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നാളെ സ്കൂളിൽ പോകണം. അപ്പം ഞാൻ ബുക്സൊക്കെ ടൈം ടേബിളൊക്കെ അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള എൻ്റെ ഒരു ഈവനിങ് റുട്ടീൻ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇനി കിടന്നുറങ്ങാൻ പോകണം. അപ്പോൾ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഇടണം കേട്ടോ. എനിക്ക് കമൻറ്റൊക്കെ വായിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ഒന്ന് ഇട്ടോളോ, എങ്ങനെയുണ്ട് ഈവനിങ് റുട്ടീൻ എന്നൊക്കെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.